Hello friends, I am Nisha from Nissa's Kitchen. Welcome to my channel. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയുമായിട്ടാണ്. ഉണക്കമീൻ തേങ്ങാ ചമ്മന്തി. വളരെ ടേസ്റ്റുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണിത്. ഈ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റെഗുലർ ആയിട്ട് അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഉണക്കമീൻ 100 ഗ്രാം. ഞാൻ ഉണക്ക സ്രാവാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള ഏത് മീൻ വേണമെങ്കിലും ഉപയോഗിക്കാം. ഒരു 2 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് എക്സ്ട്രാ ഉപ്പ് കളഞ്ഞ ശേഷം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. തേങ്ങ ചുരണ്ടിയെടുത്തത് അരമുറി, ഹോട്ട് ചില്ലി പൗഡർ 1 ടീസ്പൂൺ, വറ്റൽമുളക് 2-3 എണ്ണം, കുറച്ച് കറിവേപ്പില, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ ആവശ്യത്തിന്. ഇനി പ്രിപ്പറേഷൻ നോക്കാം. ഞാനൊരു ഫ്രൈങ് പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കഴിയുന്നതും ഇതുണ്ടാക്കാനായിട്ട് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരണം. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉപ്പ് കളഞ്ഞ് കഴുകി വച്ചിരിക്കുന്ന ഉണക്കമീൻ ഇട്ട് കൊടുക്കാം. ചെറിയ പീസായിട്ട് ഇതുപോലെ ഇട്ടാൽ നമുക്ക് ഇതിനെ പൊടിച്ചെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. ഒരു മീഡിയം ഹീറ്റിലിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഡീപ്പ് ഫ്രൈ ആയി പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ ആയിപ്പോയാൽ പൊടിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഞാനിതിൻ്റെ 2 വശവും നന്നായിട്ട് ഫ്രൈ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇത്രയും മൂത്ത് വന്നേച്ചാൽ മതി. ഒരുപാട് മൂത്ത് വന്നാൽ ഉണക്കമീൻ വല്ലാതെ കട്ടിയായി പോവും. നമുക്കിനി ഇതിനെ അടുപ്പിൽ നിന്ന് വാങ്ങി തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഉണക്കമീൻ്റെ ചൂടാറി വന്നിട്ടുണ്ട്. ഞാനിതിനെ മിക്സിയുടെ ജാറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. നമുക്കിതിനെ ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാം. ഉണക്കമീൻ ഞാനിപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഉണക്കമീൻ മാറ്റിയ ശേഷം മിക്സിയുടെ അതേ ജാറിലേക്ക് നമ്മൾ ചിരണ്ടി വെച്ചിരുന്ന 1 മുറി തേങ്ങയുടെ പകുതി തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ നമുക്കിത് രണ്ടും കൂടെ അരച്ചെടുക്കാം. മുളക് പൊടി ചേർത്ത് അരച്ചെടുത്ത തേങ്ങ നമ്മൾ ആദ്യം പൊടിച്ചെടുത്ത ഉണക്കമീനുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഉണക്കമീൻ ഫ്രൈ ചെയ്തെടുത്ത ആ ബാലൻസ് ഓയിൽ നമുക്ക് വീണ്ടും ചൂടാക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2-3 വറ്റൽമുളക് ചേർക്കാം. ഇത് രണ്ടും കൂടെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉണക്കമീനും തേങ്ങയും കൂടെ മിക്സ് ആക്കിയത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. നമുക്കൊരു ലോ ഹീറ്റിൽ 2-3 മിനിറ്റ് ഇതിനെ ഒന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. വിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് പച്ച തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ 1 മുറി തേങ്ങ ചിരണ്ടിയതിൻ്റെ പകുതിയാണ് നമ്മൾ പൊടിച്ചെടുത്തത്. ആ ബാക്കി ഇരിക്കുന്ന പകുതി പച്ച തേങ്ങ ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഒരു 3-4 മിനിറ്റ് നമുക്കിതിനെ ലോ ഹീറ്റിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഈ തേങ്ങയുടെ പച്ച ടേസ്റ്റ് ഒന്ന് മാറി വരണം. ഇപ്പോൾ ഇത് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. തേങ്ങയുടെ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പ് നോക്കുക. ഉണക്കമീൻ ആവശ്യത്തിന് ഉപ്പ് കാണും. ഉപ്പ് പോരെന്നുണ്ടെങ്കിൽ മാത്രം നോക്കിയിട്ട് ചേർക്കുക. ഞാൻ ഇതിലോട്ട് ഒട്ടും ഉപ്പ് ചേർത്തിട്ടില്ല. ഇതിന് ആവശ്യത്തിന് ഉപ്പുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനെ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. വളരെ സിമ്പിളായിട്ടുള്ള ഈ ചമ്മന്തിയുടെ റെസിപ്പി നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു. നമുക്ക് ചോറുണ്ണാനായിട്ട് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. ഈ ഒരൊറ്റ ചമ്മന്തി മാത്രം മതി. അതുകൊണ്ട് മറക്കാതെ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. താങ്ക്